അച്ഛനും അമ്മയും ഈ ഒരു പ്രഷ്യസ് ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ഈ മൊമെന്റിലേക്ക് ഞാൻ ഒന്ന് വെൽക്കം ചെയ്യാണ്. എന്താ വിളിക്കുക? ബാപ്പയും ഉമ്മയും ഒന്ന് വരൂ. ഉമ്മിക്ക് നാണം, ഉമ്മിയുടെ നാണം ഞങ്ങൾ മാറ്റും. ക്യാമറ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. വരാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ചമ്മല് കാണിച്ചിരുന്നല്ലോ, എന്താ കാര്യം? എനിക്ക് അല്ല, എന്നാ ഒരു കാര്യം ഞാൻ പറയാം. ഉമ്മി വന്നില്ലായിരുന്നെങ്കിൽ ഉമ്മി ത്രൂ ഔട്ട് ഇവിടെ പാടുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ക്യാമറ സ്വിച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ശരി, ഇനി ബാപ്പയിലേക്ക് വരികയാണ്. ഈ ബാപ്പയ്ക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് തൊട്ടടുത്ത് തന്നെ തരുവാണ്. എന്താണ് ഉപ്പയുടെ പേരെന്താ? അസ്ലം അല്ലേ? അസ്ലംക്ക് ഒരു വലിയ സലാം. അതുപോലെ തന്നെ മോള് പാടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവൾക്ക് പിന്നെ ഒന്നും അറിയാറായിട്ടുള്ള പ്രായമായിട്ടില്ലല്ലോ. 10% ടെൻഷൻ ഇവിടെ, ബാക്കി 90% ഇവിടെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ഉമ്മയും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ എന്തായിരുന്നു ശരിക്കും, അതായത് എന്തെങ്കിലും ലൈൻ മാറിപ്പോവോ, മൈക്ക് പ്ലേസ്മെന്റ് എങ്ങാനും മാറിപ്പോവോ, സ്വരം കറക്റ്റ് ആയിട്ട് പാടില്ലേ? ഉപ്പ ശരിക്കും ഈ സ്റ്റേജിലുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായിരുന്നു മനസ്സിൽ? അത് ഇവളെ പഠിപ്പിക്കുന്ന എല്ലാ പാട്ടും ഓരോ പാട്ട് ഞാൻ തന്നെ ഓരോ വാക്കും പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവള് കൊടുക്കണുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യൂരിയോസിറ്റി അല്ലേ? അത് ആൻസൈറ്റി അല്ല ഒരിക്കലും, സന്തോഷം കൊണ്ടുള്ള ഒരു ആൻസൈറ്റി. ശരിക്കും ഞാൻ ഏതോ എപ്പിസോഡിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മിയക്കുട്ടി ശരിക്കും ടോപ്പ് സിംഗറിൽ വരാനായിട്ട് ജഡ്ജസ് ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും കാത്തിരിക്കും പാട്ട് കേൾക്കാൻ. അതുപോലെ തന്നെ ഇവളുടെ ഡ്രസ്സിംഗ് ഉമ്മയാണോ അതിന്റെ പിന്നിൽ? ഉമ്മ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആണോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു കോസ്റ്റ്യൂമിന്റെ പേര് റെജീന. റെജീന. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്കത് ഇഷ്ടമായതുകൊണ്ട് വെറുതെ ഇവൾക്ക് ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ ഇവളുടെ അടുത്ത് കുറച്ച് സീക്രട്സ് ചോദിച്ചപ്പോ സുചിത്രാന്റെ ഇല്ലേ, അപ്പൊ ഞാൻ ആര്, ലാലേട്ടന്റെ വൈഫ് കുറച്ച് ചുരിദാർ തന്നിട്ടുണ്ട്, അതും ഉമ്മ തയ്ച്ചിട്ട് ഇനി അവരിവിടെ വരുമ്പോ കൊണ്ടു കൊടുക്കും, അത്രയും ഞങ്ങൾ ചെയ്യണുള്ളൂ എന്ന് പോരെ. അപ്പോ ഫാമിലിയിൽ തന്നെ വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ മിയക്കുട്ടിക്ക് കിട്ടുന്നത്. മിയ മൂന്നാമത്തെ മോളാണ് അല്ലേ? മൂത്താൾ എന്താ ചെയ്യണേ? ആളിപ്പോ +2 കഴിഞ്ഞപ്പോ നീറ്റിന്റെ പ്രിപ്പറേഷൻ. രണ്ടാമത്തെ മോൻ 9ൽ പഠിക്കുന്നു. മൂന്നാമത്തെ നമ്മുടെ മിയക്കുട്ടി. ഉപ്പ എന്താ ചെയ്യണേ? ബേസിക്കലി ഞാൻ ഇന്റീരിയർ ഡിസൈനർ ആണ്. അത്യാവശ്യം മ്യൂസിക്കും വേണമെങ്കിൽ വേണ്ട രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കും മോളാണെങ്കിൽ. മ്യൂസിക് ഇവർക്ക് വേണ്ടിയിട്ട് പഠിച്ചതാ. മൂത്താളാ ശരിക്കും പാട്ട് പാടി തുടങ്ങി. മ്യൂസിക് ഒന്നും അറിയില്ല, ആസ്വദിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവള് പാടുന്നു ഞങ്ങൾ ലേറ്റ് ആയിട്ട് അറിഞ്ഞത്. അവള് ഒരു 10 വയസ്സായപ്പോഴേ ഞങ്ങൾ അവള് പാടുന്ന ഒരു അങ്കിള് ഞങ്ങളെ കേൾപ്പിച്ച് തരുമ്പോഴാണ് ഞങ്ങൾ അവള് ഫസ്റ്റ് പാടും അറിയുന്നത്. എന്താ മൂത്താളുടെ പേര്? ദിയ. ഓക്കെ. അപ്പൊ ദിയക്കുട്ടി പാടും അറിഞ്ഞപ്പോ അവളെ ഒന്ന് വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഉപ്പ ഏറ്റവും ആദ്യം പാട്ട് പഠിച്ചോ? ഉപ്പ അന്ന് അറിഞ്ഞ അന്നൊട്ട് അവളെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അത് പാട്ട് അറിയാന്നിട്ടൊന്നുമല്ല, ശരിക്കും അവൾക്ക് വേണ്ടിയിട്ട് കുറെ പഠിച്ചു, സ്വയം പഠിച്ചു തുടങ്ങി. പാടൊന്നുമില്ല, പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ബാക്ക് ബോൺ പുള്ളി തന്നെയാണ്. നല്ല എന്തായാലും ഈ ഉപ്പയും ഉമ്മയും ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്ത ഒരു അച്ഛനാണ്. അതെ, അതിന്റെ പുറകില് മിയയുടെ വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വീട്ടിലുള്ള മിയക്കുട്ടിയെ പറ്റി പറയോ? മിയക്കുട്ടി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യും. മിയക്കുട്ടിയുടെ റുട്ടീനൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഡെയിലി സാധകം ചെയ്യും. അവള് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കുളിക്കാണ്ട് വെളിയിൽ ഇറങ്ങില്ല. അത് കഴിഞ്ഞിട്ട് അവള് ഫസ്റ്റ് തന്നെ ചിലപ്പോ ഫുഡ് കഴിക്കും, ചിലപ്പോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് സാധകം ചെയ്യും. ശരി, എന്തായാലും ആ സാധകം അത്രയും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ പാടാൻ പറ്റും. തീർച്ചയായിട്ടും ആ സാധകത്തിന്റെ കൊച്ചിന്റെ ഇത് പറഞ്ഞ കേട്ടാ, കുളിക്കാതെ പുറത്തേക്ക് ഇറങ്ങില്ലെന്ന്. അവള് അത് ചെറുതിലേ തൊട്ട് ശീലിച്ചു വരും. രാവിലെ വന്നിട്ട് പല്ലിയാക്കണം 4 മണിക്കാ. ആ സാധകത്തിന്റെ ഒക്കെ റിസൾട്ട് ഈ 9 വയസ്സുകാരിക്ക് ദൈവം കനിഞ്ഞ് നൽകിയിട്ടുണ്ട്, ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. എന്തായാലും ഉപ്പ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ ഒരു ഉപ്പ പാട്ട് ആസ്വദിക്കുമെന്ന് ഉമ്മ ഒരു മുഴം മുമ്പേ എറിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേരും കേൾക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ ആരും പാട്ട് പാടില്ല. നമ്മളെല്ലാരും കൂടെ നമുക്ക് പാടാം. അതെ, ഞങ്ങളും കൂടെ പാടാം. ഇത്തായിക്ക് പാടി കൊടുത്തിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? ഉണ്ടോ? അല്ല, ഏറ്റവും നല്ലത് അന്ന് നമുക്കൊരു അല്ലിയാമ്പൽ കടവിലെന്നറിയാം. അത് ഞാനും പാടാം. ഓക്കേ, ശരി, നമുക്ക് എല്ലാവർക്കും പാടാം. ഒരു ഫാമിലി സോങ് കേൾക്കാം. അതെ. കടവിലെന്നറിയാം
പാടിക്കായിരുന്നു, പിച്ച് ഔട്ടൊന്നും അല്ല, കുഴപ്പമില്ലാതൊക്കെ പാടി. എന്തായാലും ആ ഒരു കലാകുടുംബത്തെ ഈ വേദിയിൽ എത്തിക്കാൻ പറ്റിയാലും ആൻഡ് യൂഷ്വലി എവിടെ പോയാലും പാടാറില്ല. മോളുടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, ഉപ്പാ പാടരുത്. എന്നിട്ടും നമ്മളെല്ലാവരും ആയിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധത്തിന്റെ പേര് തന്നെയാണ് പാടിയെന്ന് നമ്മൾ അഹങ്കാരത്തോടുകൂടി പറയും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഇത്രയും ചക്കരയായിട്ടുള്ളൊരു മോളെ കിട്ടിയാൽ എൻജോയ് ചെയ്ത് ഇവിടെ വന്നിട്ട് കൊറേ മനസ്സ് തുറക്കാൻ പറ്റി. സന്തോഷം. അപ്പൊ മീക്കുട്ടി, നമുക്ക് ഇനിയും കാണാം. ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഓൾറെഡി മിടിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഉമ്മ ജോയിനിങ്. അപ്പോൾ വീട്ടിലുള്ള രണ്ടുപേരെടുത്തും കൂടെ അന്വേഷണം പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് മിയയുടെ ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ്.